അടിപൊളി ടേസ്റ്റാണ് ഈ തോരന്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ട് വാ. വാഴക്കൂമ്പ് കണ്ടപ്പോൾ അയ്യോ ഇതാണോ തോരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിപ്പോവല്ലേ. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതിൻ്റെ ആ കറുപ്പ് ഇതളുകളൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ വെളുത്ത ഭാഗം ചെറുതായി കൊത്തി അരിയണം. പണ്ടൊക്കെ എനിക്കും ഇത് തീരെ ഇഷ്ടമല്ലായിരുന്നേ, ബട്ട് ഇപ്പോൾ ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് തോരനാണ്. അരിഞ്ഞെടുത്ത വാഴക്കൂമ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈവച്ച് തിരുമി ഇതുപോലെ നൂലെടുത്ത് കളയണേ. വീട്ടിലൊക്കെ ആണെങ്കിൽ തടിത്തവിയിൽ അത് ചുറ്റി നൂലെടുത്ത് കളയുമായിരുന്നു. അങ്ങനെ ചെയ്താലും മതി. ഒത്തിരി നാര് കിടന്നു കഴിഞ്ഞാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പയറുപരിപ്പാണ്, മൂങ് ദാൽ. അത് ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും ചേർത്ത് ഇതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം, അതായത് പകുതി വേവിച്ചെടുക്കണേ. പോലെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ട അരപ്പുണ്ടാക്കാമേ. ഒരു 4-5 കാന്താരി, ഒരു 3-4 ചെറിയുള്ളി, ഒരു 3 വെളുത്തുള്ളി അല്ലി, ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കണേ. ഇനി ഈ പാൻ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസ് താഴെ വെള്ളം നമ്മൾ ചേർക്കുന്നു. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് താഴെ വേവ് കാണത്തുള്ളൂ, അങ്ങനെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇളക്കിയെടുക്കുക. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ ഈ വാഴക്കൂമ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അയൺ കണ്ടന്റ് നല്ലപോലെ ഉണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനും നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.